അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, പുണ്യമാക്കപ്പെട്ട റമദാനു ഷരീഫിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിൻ്റെ 6 നോമ്പ് കഴിഞ്ഞു, 7ാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചു. ആദ്യ 10 പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അള്ളാഹുവിനോട് റഹ്മത്ത് നേടി അള്ളാഹുവിലേക്ക് അടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. റമദാനിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തറാവീഹ് നിസ്കാരം. റമദാനിൽ മാത്രമുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, റമദാന് ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവൻ മുൻകാലങ്ങളിൽ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തുകയാണ്. ഈ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി മദീന പള്ളിയിൽ വന്ന് സ്വഹാബത്ത് വളരെ സന്തുഷ്ടരായി ആ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ. അങ്ങനെ മദീന പള്ളിയിൽ അന്ന് പങ്കെടുക്കാത്ത ആളുകൾക്ക് വലിയ സങ്കടമായി. 2ാം ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയിൽ വന്നു. സ്വഹാബത്ത് അറിഞ്ഞവർ മറ്റുള്ളവരെ അറിഞ്ഞവർ അറിയിക്കുകയും അങ്ങനെ പള്ളി നിറഞ്ഞു കവിയുകയും 3ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അന്ന് ജനങ്ങളെ കൊണ്ട് പള്ളിയിൽ സ്ഥലമില്ലാത്ത അവസ്ഥ വരികയും 4ാമത്തെ ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞു. ആളുകൾ നിസ്കരിക്കാനുള്ള ആവേശത്തിൽ വരികയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആവേശം കണ്ടിട്ട് അത് നിസ്കാരം ഫർളാക്കുമോ എന്ന് മനസ്സിലാക്കി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാതിരുന്നു. ആ അവസ്ഥ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാതിരുന്നു. അന്ന് നിസ്കരിക്കാതെ സ്വഹാബത്ത് മടങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ആവേശം കണ്ട് അള്ളാഹു അത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രത്തോളം വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സുന്നത്തായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് റമദാനിൽ മാത്രമുള്ള നിസ്കാരവുമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അമല് എന്നുള്ള, റമദാനിൽ മാത്രമുള്ള ഒരു അമല് എന്ന ഒരു സവിശേഷതയുള്ള ഒരു പ്രത്യേക ഇബാദത്താണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് തന്നെയാണ് നാമൊക്കെ മുൻകാലങ്ങളിലായി നമ്മുടെ പാരമ്പര്യമായി അഥവാ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഒക്കെ നിസ്കരിച്ചത്. വല്ല സമയങ്ങളിലും നിസ്കാരത്തിൻ്റെ റക്അത്തുകളിൽ ചില സമയങ്ങളിൽ ചുരുക്കിയെന്ന് വിചാരിച്ച് സമയങ്ങളിൽ ചിലപ്പോൾ റക്അത്തിൻ്റെ എണ്ണം ചുരുക്കിയെന്ന് വിചാരിച്ച് തറാവീഹ് നിസ്കാരത്തിൻ്റെ എണ്ണം ചുരുങ്ങാറില്ല. അഥവാ ഒരാൾക്ക് 8 നിസ്കരിച്ചാൽ 8ൻ്റെ പ്രതിഫലം കിട്ടുകയും ഒരാൾ 11 നിസ്കരിക്കുന്നെങ്കിൽ 12 നിസ്കരിക്കുന്നെങ്കിൽ 12ൻ്റെ പ്രതിഫലം കിട്ടുകയും 20 വിശ്വാസത്തോടു കൂടെ അവനക്ക് 8ഉം 5ഉം 8ഉം 6ഉം അതുപോലെ 10ഉം 12ഉം ഒക്കെ നിസ്കരിക്കാം. വിശ്വാസമാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ സുന്നത്ത് ജമാഅത്ത് ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം 20 റക്അത്ത് തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് പിന്നീട് തറാവീഹ് ജമാഅത്തായ നിസ്കാരം നിർവഹിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ തറാവീഹ് നിസ്കാരം 20 റക്അത്തായി തന്നെയാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് 20 റക്അത്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം തറാവീഹ് ഉള്ളത്. 8 നിസ്കരിക്കുന്നവർ 8 ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് 8 നിസ്കരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല.
എന്നുകൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പിന്നെ മാന്യം അന്യ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഒരിക്കലും തറാവി നിസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. തറാവീഹ് 20 റക്കാത്താണ്. ആ 20 റക്കാത്തിൽ പിന്നെ രണ്ട് റക്കാത്തായി നാം സലാം വീട്ടിക്കൊണ്ട് അങ്ങനെ 20 റക്കാത്ത് പൂർത്തിയാക്കലാണ്. അല്ലാതെ ഒറ്റ നിയത്ത് വെച്ചുകൊണ്ട് 20 നിസ്കരിക്കുന്നത് അല്ല അതിൻ്റെ രീതി. നമ്മളൊക്കെ നാടുകളിൽ ഇപ്പം നിസ്കരിച്ചു വരുന്ന ഈ രീതിയാണ് തറാവീഹ് നിസ്കാരത്തിനുള്ളത്. ഓരോ നിസ്കാരത്തിലും പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് നിയ്യത്ത് വെക്കണം. തറാവി എന്ന സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് 2 റക്കാത്ത് ഞാൻ നിസ്കരിക്കുന്നു, ഓരോ ഈ 2 റക്കാത്തിന് നിയ്യത്ത് വെച്ച് അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതിൻ്റെ ശരിയായ രൂപം അള്ളാഹു പിന്നെ ശരിയായ രൂപം അങ്ങനെയാണ്. അതുകൊണ്ട് തറാവി നിസ്കാരം ആരും നഷ്ടപ്പെടുത്താതെ തറാവീഹിൻ്റെ ആ പുണ്യം മനസ്സിലാക്കി അത് ചെയ്ത് റമദാനിൻ്റെ ആ പ്രത്യേകത നിസ്കാരം എന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റെടുത്ത് നാം നിർവഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. റഹ്മത്തിക യാ റഹ്മാൻ റഹീം. റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിസ്മരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.